വിശ്വാസത്തിന്റെ പാത ഒരു തലമുറ കഥ കഥാ സംഭാഷണം ആയുഷ് വർഗീസ്, ദിജു മാത്യു, ജെഫിൻ യോഹന്നാൻ, ഡെബറ ജോയ്, നരേറ്റർ സ്റ്റെഫൻ സാമുവൽ. ഈ നാടകത്തിലെ കഥാപാത്രങ്ങളും സന്ദർഭങ്ങളും തികച്ചും യാദൃശ്ചികമാണ്. ഇവയ്ക്ക് ഏതെങ്കിലും വ്യക്തികളുമായോ സന്ദർഭങ്ങളുമായോ സാദൃശ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികമാണ്. ഈ സ്നേഹത്തിന്റെ നല്ല നാളുകളിൽ ക്രിസ്തീയ വിശ്വാസത്തിന്റെ പാരമ്പര്യത്തെ കുറിച്ചുള്ള ഒരു നാടകമാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഈ കുടുംബത്തിലെ പിതാവും മകനുമൊക്കെ നമുക്ക് പരിചിതരായവർ തന്നെ. എന്നാൽ അവരുടെ വിശ്വാസമാണ് ഈ കഥയിലെ കേന്ദ്ര വസ്തു. ഈ കഥയിൽ ഒരു ക്രിസ്തീയ കുടുംബം വഴി നമ്മുടെ വിശ്വാസത്തിന്റെ താളങ്ങളും മാറ്റങ്ങളും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. മാതാപിതാക്കൾ അവരുടെ ദൈവസ്നേഹവും ദൈവത്തിങ്കിലേക്കുള്ള ഉറച്ച വിശ്വാസവും മുറുകെ പിടിക്കുമ്പോൾ പുതുതലമുറ ട്രെൻഡിലും സീസണാലിറ്റിയിലുമാണ് ക്രിസ്തീയ വിശ്വാസം തേടുന്നത്. അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കുവാനും സ്നേഹത്തിന്റെ മൂല്യങ്ങൾ തിരിച്ചറിയുവാനും ഒരു അന്വേഷണം എന്ന നിലയിൽ ഈ നാടകം നിങ്ങൾക്കായി കാഴ്ചവെക്കുന്നു. കുറച്ച് ചിരിയും ചിന്തകളുമായി ഈ നാടകം നമുക്ക് ആസ്വദിക്കാം. ഉയർത്തിയിടും ഞാൻ അവൻ രാവിലെ ഇറങ്ങി പോയതാണ്. 7 മണിക്ക് പ്രാർത്ഥനയ്ക്കുള്ള സമയം. അവൻ ഇതുവരെ വന്നില്ലേ? ക്ലാസ്സിൽ പോയി സമയം ക്ലാസ്സിൽ പോയി പഠിക്കാൻ. ഉയർത്തിടും ഞാൻ നിന്റെ കണ്ണുകൾ തുണയാടും ഞാൻ പള്ളിയുടെ ഡെക്കറേഷന് വേണ്ടി എന്തൊരു ഓൾഡ് ട്രെൻഡ് പാട്ട് ഉയർത്തിയിട്ട് ഞാൻ എന്റെ ഐസോ എന്റെ മുന്നേ പറഞ്ഞാട്ടെ ഇതൊന്ന് കേട്ടു നോക്ക്. ഇവിടെ ഇപ്പോഴത്തെ മോഡേൺ ഗോസ്പൽ റിമിക്സ് ഇതൊക്കെ കേട്ടാലേ ഒരു ഫെയ്ത്ത് വരത്തുള്ളൂ. ശരിയാ, ഞങ്ങളെ ജനറേഷനൊക്കെ എങ്ങനെയാ കണക്ട് ചെയ്തത്? എന്ത് പാട്ടാണ് ഇത്? ക്രിസ്ത്യൻ പാട്ടെന്ന് പറഞ്ഞാൽ ഞാൻ പാടിയതൊക്കെ ഇതൊക്കെ പഠിക്കാൻ നിങ്ങളൊക്കെ ഇത്ര മോഡേൺ ജനറേഷൻ ആയിട്ട് ഞങ്ങളെ കൂടെ പേദോഷമാവും. നിങ്ങൾ ഇങ്ങനത്തെ പാട്ടേക്ക് എന്നാലും ഒരു ഫെയ്ത്ത് വരത്തുള്ളൂ. ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. നിന്റെ ഈ ഫെയ്ത്ത് ഈ സ്വാധീനം എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്റെ ഫെയ്ത്തിന് അടിസ്ഥാനം വേണം. ഫെയ്ത്ത് കൊണ്ട് അടിസ്ഥാനം ഇതുണ്ടോ? ഞങ്ങളുടെ യൂത്തിന്റെ ഗ്രൂപ്പാ. ഇതിനകത്ത് ഞാൻ രാവിലെ ഇട്ടതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ് താഴെ കണ്ടോ? ഗുഡ് മോർണിംഗ് എന്നുള്ള മെസ്സേജ് 2 പ്രാവശ്യം കാണുന്നുണ്ടോ? അതാണ് ഇതൊക്കെ പോലെ ഇതൊക്കെ മതിയപ്പ. പിന്നെ മോനെ പപ്പ പറഞ്ഞത് ശരിയാ. നിന്റെ ഈ ഫെയ്ത്തിന് ഒരു അടിസ്ഥാനം വേണം. എന്റെ പൊന്നു മമ്മി പപ്പയുടെ കൂടെ നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ഫെയ്ത്ത് കൊണ്ട് അടിസ്ഥാനം ഉണ്ട്. അതെനിക്ക് കുലിക്കില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കാൻ പോകുന്നത്. ഞാൻ പോവാം. ഇതിങ്ങെടുക്ക് എന്തെങ്കിലും വിളിച്ചേക്കല്. അപ്പനെയും അമ്മയും തിരിച്ച് ജെഫിൻ അവന്റെ മുറിയിലേക്ക് പോകുന്നു. ബാക്കിയുള്ളവർ അവരുടെ ദിനചര്യയിലേക്ക് കിടക്കുന്നു.
അതിന്റെ അടിയിൽ അങ്ങനെ ഉണ്ടോ നോക്ക്. വാച്ച പ്രേയർ ഒരു 10 മിനിറ്റ് നമ്മൾ അങ്കിളിന്റെ വീട്ടിലോട്ട് കേൾക്കുക. അങ്കിളുടെ വീട്ടിൽ കയറിയിട്ട് ഒരു ദിവസം അങ്കിളെ ജോലിച്ചാലുണ്ട് വാ വാ വാ. എന്തൊക്കെയുണ്ട് അച്ഛാ വിശേഷം? കൊച്ചുപിള്ളേരെ നീ കണ്ടിട്ടില്ല. അവരൊക്കെ സുഖമായി അത് ശരി. ഞങ്ങളുടെ പ്രാഥമിക മുമ്പേ തോമച്ചാൻ വീട്ടിൽ കയറി പുള്ളി സുഖമില്ലായിരുന്നല്ലോ. ആ പുള്ളിക്ക് കണ്ടിട്ടോ? പുള്ളിക്ക് ഡെങ്കു ആണെന്ന് പറഞ്ഞു. ട്രീറ്റ്മെന്റ്സ് ഒക്കെ പറഞ്ഞു. മരുന്നും ഈ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നുണ്ട്. സുഖമായിട്ട് ഓക്കെ ഓക്കെ. ചായ മാത്രം കണ്ടത് കഴിയിട്ട് എടുത്തു. അച്ഛനെ കണ്ടിട്ടില്ല. പിന്നെ അച്ഛ കഴിഞ്ഞ ആഴ്ചത്തെ ക്ലർജി മീറ്റിംഗ് ഉണ്ടായിരുന്നു. നല്ല അനുഗ്രഹമാണ്. അച്ഛന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ പണി ഇന്നില്ലേ കെ പി തോമസ് ജോലി ഉണ്ടായിരുന്നു. നല്ല അനുഗ്രഹമായിരുന്നു. ആ ശരി. പിന്നെ തിരുമേനിയുടെ പ്രസംഗത്തെ ഉത്തരല്ലേ. ഓക്കെ ഓക്കെ. ഞാൻ പിന്നെ കഴിഞ്ഞ ആഴ്ച അച്ഛന്റെ സ്റ്റേറ്റസ് കണ്ടായിരുന്നു. എന്തോ ക്രിക്കറ്റ് ടൂർണമെന്റ് ഉണ്ടായിരുന്നല്ലേ? ഞങ്ങളുടെ അച്ഛന്മാർക്ക് വേണ്ടി ഒരു ടൂർണമെന്റ് വെച്ചത്. അത് ശരി. അതിനകത്ത് നമ്മൾ ജോലി വെച്ചില്ലേ. പുള്ളി ഒരു സംഭവം തന്നെ. എന്ത് കളിയായിരുന്നു. സംഭവം തന്നെ. ഓക്കെ. ഓ ഇതൊന്നും വേണ്ട. എന്താ അച്ഛാ കഴിക്കുക? അച്ഛാ കഴിഞ്ഞ ആഴ്ച ആന്റി പള്ളി കണ്ടില്ലായിരുന്നു. നല്ല മുട്ട പഴമുണ്ടായിരുന്നു. തലയ്ക്കാണ്. അച്ഛാ എന്തോ പറഞ്ഞു. ഒന്നുമില്ല ഒന്നുമില്ല. അപ്പൊ ഞാൻ കേട്ടെ. ചുമച്ച അതൊക്കെ പോട്ടെ. ഇവിടെ പിള്ളേരൊക്കെ എത്തി. ഇവരെ കൊണ്ടച്ചാ അവര് കളിച്ചു കൊടുത്തിരിക്കല്ലോ. അവിടെ പഠിപ്പിക്കാൻ പോകുന്നു. കോളേജിൽ പോകുന്നുണ്ടല്ലോ. മോനെന്തേ ഓണ്ടച്ചാ എങ്ങനെ കേട്ടോ അച്ഛാ? ഒരിക്കാത്ത പാട്ട് കേട്ടോണ്ടിരിക്കുക. നമ്മള് വിളിക്കുന്നതൊന്നും കേൾക്കുന്നില്ല. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ അറിയാൻ ഇഷ്ടം. യോയോയും ഭാഷയും അതൊക്കെ ഉള്ളൂ പിള്ളേർക്ക്. പിള്ളേരെ മനസ്സിലാക്കണം. അത് അച്ഛന് വരാൻ കണ്ട ഒരു സമയം. അച്ഛാ ഹലോ അച്ഛൻ. ആ അച്ഛാ ഇങ്ങനല്ല. അച്ഛാ ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അല്ല. കേട്ടില്ല അച്ഛൻ. അച്ഛാ ഇതാണ് ഇപ്പോഴത്തെ പുതിയ ഗോസ്പൽ റിമിക്സ്. അച്ഛന് കേൾക്കണം. ഞാൻ വാട്സാപ്പിൽ അയച്ചു തരാം. എന്റെ അച്ഛാ നമ്മുടെ കാലത്ത് ഇതെല്ലാം ഉണ്ടായിരുന്നോ? ഒരു സിനിമ പാട്ട് പോലും നമ്മളെ കേൾക്കാൻ അനുവദിച്ചില്ല. ചൂടിനെ വിളിച്ചാൽ അടിക്കുക. ഇപ്പോഴത്തെ കാലം മാറി. എന്റെ പൊന്നോ അപ്പൊ ഇതല്ലേ ഞാൻ കുറച്ചു നേരം മുമ്പേ കൂടെ പറഞ്ഞേ. ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡും സ്റ്റൈലും പറഞ്ഞു. സോറി അച്ഛൻ. എടാ ഈ ട്രെൻഡ് സ്റ്റൈലും ഒക്കെ ഉള്ള പക്ഷെ നീ ബൈബിൾ വായിച്ചിട്ടുണ്ടോ? പ്രാർത്ഥിച്ചും വേണം ജീവിക്കാൻ. അതാ എന്റെ പൊന്നോ അപ്പൊ ഞാൻ ബൈബിളോ താൻ എന്തുണ്ടോ എന്റെ ഫോൺ കാണാമോ എന്തോ കണ്ടോ? ബൈബിൾ കണ്ടോ? ഒന്ന് KJV ഒന്ന് ഗുഡ് ന്യൂസും. ഇത് ഞാൻ എന്നും വൈകിട്ടും രാവിലെ വായിക്കുന്നുണ്ട്. വായിക്കുന്നുണ്ടല്ലോ. തന്നെ അറിയുന്നുണ്ടോ? എന്റെ യൂട്യൂബ് തുറന്നാൽ ആദ്യം കാണുന്നത് എന്താ? ഇങ്ങോട്ട് നോക്കുക DSMCയുടെ ഇതിനകത്ത് ആദ്യം എന്തോ കാണുന്നത് ലൈവ്. ഇപ്പൊ ഞാനിപ്പോ അത് പോയി കേൾക്കും. എല്ലാം ഓൺലൈൻ ഉണ്ടല്ലോ. ഇത് കേട്ടാ എനിക്കറിയാം. എന്റെ പൊന്നോ അച്ഛൻ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അച്ഛൻ വിട്ട്. നീ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ചില കാര്യങ്ങളൊക്കെ ശരി. ഈ ലിറിക്സ് മ്യൂസിക് ഒക്കെ വിശ്വാസത്തിന്റെ ഒരു ഭാഗം മനസ്സിലായി. മോട്ടെ ജിമ്മൻ ചിട്ടില്ലേ ആയുഷ് ഭയ്യ പുള്ളി പറഞ്ഞ് കേട്ടിട്ടില്ലേ? പുള്ളി തന്നെ പുള്ളി പറഞ്ഞ് കേട്ടിട്ടില്ലേ? ബോഡി ഉണ്ടാക്കണേ മുട്ടയും പാലും ചിക്കനും മട്ടനും കഴിക്കുന്നത്. അച്ഛൻ കുറെ നാളായിട്ട് പോയി എവിടെയൊന്നും മേടിച്ചില്ലേ? നിന്റെ പപ്പയോട് ഞാൻ പറയാം. അതുപോലെ തന്നെ വിശ്വാസത്തിൽ വളരണമെങ്കിൽ മോന് കുർബാന കൊള്ളണം, ബൈബിൾ വായന വേണം, കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കണം. പിന്നെ ഈ റീമിക്സും കേട്ടോണം. അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എല്ലാം വേണം കേട്ടോ. എന്നാലേ നീ പറഞ്ഞ വിശ്വാസം കിട്ടത്തുള്ളൂ. എന്നാലേ നീ പറഞ്ഞ സ്പിരിറ്റും ഫെയ്ത്തും നിനക്ക് വരുത്തുള്ളൂ. കേട്ടോ എല്ലാം മനസ്സിലായോ? ഈ അച്ഛനെ എവിടെ കിട്ടിയത്? ഞങ്ങള് പ്രാർത്ഥനയ്ക്കായിരുന്നു. ഞാനൊന്ന് ബാഗ് ശരി വാങ്ങ നമുക്ക് പോ. ശരി പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ടോ? ഒരു മിനിറ്റ്. വൈകിട്ട് കഴിക്കാനുള്ളതാണ്. പോയി കഴിക്കും. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോകല്ലേ? ഇതൊക്കെ അവിടെ
ഡെക്കറേഷൻ പോകണം എനിക്ക്. എനിക്കൊന്ന് മാത്രം. അച്ഛനുമായുള്ള ജെഫിന്റെ സംഭാഷണം അവനൊരു തെളിച്ചം തെളിയിക്കുന്നു. ജെഫിന്റെ ഹൃദയത്തിൽ ആ തെളിച്ചം പകരാൻ ഒരു അവസരം നൽകുന്ന ദൈവത്തിന്റെ ഇടപെടലിന് നാം സാക്ഷികളാകുന്നു. അനിത വാ, 7 മണിയായി, പള്ളി പോണ ഡെക്കറേഷൻ. ബാബാ ഞാൻ പോവാ. നേരത്തെ വരണേ. ഇല്ല ഞങ്ങൾക്ക് ലേറ്റാ, 12 മണി വരെ ഡെക്കറേഷൻ. 12 മണി. ആ ചോറ് വേണ്ട. പിതാവിന്റെ വിശ്വാസത്തിന്റെ ഉറച്ച പാരമ്പര്യവും മകന്റെ രണ്ടിനെയും സീസണൽ വിശ്വാസത്തിനെയും തിരഞ്ഞെടുത്ത നിലപാടും തമ്മിലുള്ള ഈ സംഭാഷണങ്ങൾ നമ്മെ എല്ലാം ചിന്തിപ്പിക്കുന്നതാണ്. കൂടുതൽ ചിന്തിപ്പിക്കുന്നതും നമ്മുടെ വിശ്വാസത്തെ പുതിയ കാഴ്ചകൾ കാണാൻ പ്രേരിപ്പിക്കുന്നതുമായ ഒരു സംഭവ വികാസം ഇനിയും നടക്കാനിരിക്കുന്നു. ആ മച്ചാനെ നീ പോരെ. നിങ്ങളുടെ 6 മണിക്ക് വരാനോ? നീ പോരെ. സമയം എത്ര പോയെന്നറിയോ? അത് ചുമ്മാ വെറുതെ ഉള്ള ടോപ്പിക്. എടാ ഡെക്കറേഷനൊക്കെ എന്താ പറയും? ചെക്കനെ ഞാൻ ഇത്ര നേരം വെയിറ്റ് ചെയ്തു. ഡെക്കറേഷൻ ഒരു വൈബ് പോലെ. പിന്നെ അവന്റെ ഒരു വൈബ് എന്നാ നീ പോയി ക്രിസ്മസ് ഡെക്കറേഷൻ ചെയ്യുന്നത് ഒരു പാട്ടൊക്കെ വേണം, എന്നാലേ നമുക്കൊരു ഒരു വൈബ് വരുത്തുള്ളൂ. ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ പാട്ട് കേൾപ്പിക്കാം, അതൊന്ന് കേട്ട് നോക്കുക. അത് കേട്ടാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് വൈബ് വരും. സ്പീക്കർ ഓഫ് ആണോ? ഇതെന്തോ പാട്ടാ? ഇതാ ജെഫിനെ, ഇതെന്തോ പാട്ടാടാ? മാറ്റ് മാറ്റ് മാറ്റ്. ഇതാ ക്രിസ്മസ് പാട്ടാണ്. ഇത് പൊന്നു പിന്നീട് നമ്മൾ എന്താണ് ഈ ചെയ്യുന്നത്? നമ്മൾ ക്രിസ്മസ് ഡെക്കറേഷൻ, അത് മോഡേൺ ക്രിസ്മസ് ഡെക്കറേഷൻ. മോഡേൺ ക്രിസ്മസ് ഡെക്കറേഷൻ മോഡേൺ വൈബ്സ് തന്നെ വേണം. അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ സ്റ്റൈലും ട്രെൻഡും. എന്റെ പപ്പ ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പ്രസംഗം തന്നെ ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഒരു റൗണ്ട് ഡിസ്കഷൻ കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഒരു കൺവെൻഷൻ തന്നെ. കൺവെൻഷന്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർമ്മ. അടുത്ത മാസം ഞങ്ങളുടെ പള്ളിയിലെ കൺവെൻഷനാണ്. ജനുവരി 2 മുതൽ 4, 5 നിങ്ങളൊക്കെ കാണോ? കാണോ? പള്ളിയിൽ ടൈം വേസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഫോണിലെല്ലാം ഉണ്ടല്ലോ. ബൈബിൾ ഉണ്ട്, തന്നെ യൂട്യൂബ് ഉണ്ട്, DSMസിന്റെ ചാനൽ സബ്സ്ക്രൈബ്. ഞാൻ ഇപ്പൊ വീട്ടിൽ പറഞ്ഞിട്ട് വന്നതേ ഉള്ളൂ. നമുക്ക് എല്ലാം ലൈവ് കിട്ടും. പിന്നെ ഇവിടെ വന്ന് ഈ ചെയ്യുന്ന ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എടാ ആദ്യം ഒരു ആപ്പിൽ ഒതുക്കുന്നത് ശരിയാണോ? എടാ അവള് പറഞ്ഞ കാര്യം ശരിയല്ലേ? Maybe gospel remix is fun. പക്ഷെ ഞാൻ ദൈവത്തിന്റെ ബാലൻസ് എവിടെ മാറുന്നു? പിന്നീട് വാക്കുകൾ വീണ്ടും ജെഫിന്റെ മനസ്സിൽ ദൈവിക ഇടപെടലിന് അവസരം കൊടുക്കുന്നു. എടാ നീ എന്തോ ആലോചിച്ചിട്ടിരിക്കും. ഇവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുക. ഞാൻ പോയിട്ട് നാളെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. നീ എവിടെ പോയത്? ഇപ്പൊ 10 മണി ആയതേ ഉള്ളല്ലോ. നമ്മള് 12 മണി വരെ ഇരിക്കാന്നല്ലോ. എനിക്ക് കുറച്ച് വയ്യായിക പോലെ. ഞാൻ പോയിട്ട് നാളെ ഉണ്ടല്ലോ. നാളെ 12 മണി വരെ നിൽക്കാം. 1 മണി വരെ നിൽക്കാം. തീർക്കാൻ പറ്റുന്നുണ്ട്. അനിത വാ വാ. എടാ എനിക്ക് വയ്യ. ഞാൻ നാളെ നിൽക്കാം. നാളെ എല്ലാവരും കാണുമല്ലോ. നാളെ ഞങ്ങളുടെ ഒക്കെ ലഞ്ച് ഡിന്നർ അല്ലെങ്കിൽ വേണ്ട സ്നാക്സ് പറയാം. ജെഫിൻ മനുഷ്യൻ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. ജെഫിന്റെ മനസ്സിൽ ആലോചനകളുടെ ഒരു കുമ്പാരമാണ്. പിതാവിന്റെയും അച്ഛന്റെയും കൂട്ടുകാരുടെയും വാക്കുകൾ അവന്റെ മനസ്സിനെ അസ്വസ്ഥമാക്കിയിരിക്കുന്നു.
പറഞ്ഞായിരുന്നു ഇത്ര തിരഞ്ഞു വന്നേ. അതേ ഒന്നല്ലോ പലപ്പോഴും ഈ നേരത്തോ ഡെക്കറേഷൻ ഉണ്ടായിരുന്നല്ലോ, ഞങ്ങൾ നേരത്തെ വന്നു. എനിക്ക് കുറച്ച് വയ്യ, എന്തോ ഒരു അത് കഴിച്ചോ? ഇല്ല കഴിച്ചില്ല, എന്തോ വേണം. നീ കഴിക്കണോ? ഞാൻ ജെഫിനെ, മോനെ ജെഫിനെ, ജെഫിനെ, ജെഫിനെ. നിങ്ങൾ എവിടെയായിരുന്നു? ഇതാണ് ഏജല്ലോ. ജെഫിനെ എന്റെ മോനെ, നീ എന്തിനാ നിന്റെ ലൈഫിൽ യേശുവിനെ ഒളിപ്പിച്ചു വെക്കുന്നത്? എന്തിനാ റിമിക്സ് ഗോസ്പൽ മാത്രം? ബൈബിൾ വായനയും പ്രാർത്ഥനയും നിന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാണ്. പക്ഷേ ഈ ഗോസ്പൽ റിമിക്സിലെല്ലാം ഉണ്ടല്ലോ, ബൈബിൾ വായന, പ്രാർത്ഥന. പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ ജീവിതത്തിൽ അക്സെപ്റ്റ് ചെയ്ത് പ്രാവർത്തികമാക്കണം. അതാണ് ഒരു ശരിയായ ക്രിസ്തീയ ജീവിതം. ഒടുക്കത്തിൽ ജെഫിന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട മാലാഖയുടെ ഇടപെടൽ അവന്റെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നു. അവന്റെ സീസണൽ വിശ്വാസത്തെ ചോദ്യം ചെയ്യപ്പെടുന്നു. സോഫയിലാണ് രാത്രി കിടന്നത്. അയ്യോ ഇവൻ ഇവിടെ വന്ന് കിടന്നുറങ്ങിയേ. അനീറ്റേ ഞാനിതിന്റെ സ്വപ്നമായിരുന്നു കണ്ടിരുന്നത്. അച്ഛൻ, ബെനീറ്റ, ഏഞ്ചൽ ഇവരൊക്കെ പറഞ്ഞ കാര്യം ശരിയായിരുന്നു. ഞാൻ ദൈവത്തിന്റെ വാല്യൂസ് എവിടെ മറക്കുന്നുണ്ടായിരുന്നു. ഇനി മുതൽ ഞാൻ എന്നും കുടുംബ പ്രാർത്ഥനയിലിരിക്കും, ബൈബിൾ വായന പതിവാക്കും. മോൻ പ്രാർത്ഥനയ്ക്ക് വരാറുണ്ടോ? അതിലെല്ലാം എന്ത് പറ്റി? അത്ഭുതമായി പോയത്. ഒപ്പ പറഞ്ഞ കാര്യം ശരിയായിരുന്നു. പലരും മാത്രമേ എനിക്ക് ഉൾവഴി കിട്ടി. ഇനി മുതൽ ഞാൻ എന്നും ബൈബിൾ വായന, പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന ഇതെല്ലാം ഞാൻ പ്രാവർത്തികമാക്കും. ഞാൻ ആദ്യം ഒപ്പ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം സീരിയസ് ആയിട്ട് എടുത്തില്ല. പക്ഷെ ഇനി മുതൽ ഞാൻ അത് പ്രാവർത്തികമാക്കും. കൊള്ളാലോ, ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. നമ്മൾ ഒരു കാര്യമുള്ളൂ, നമ്മൾ യേശുവിന്റെ വഴിയിൽ നടത്താൻ നമ്മൾ ശ്രമിക്കണം, ഇത്രേ ഉള്ളൂ. കറക്റ്റ് ആണ്. ഞാൻ നേരത്തെ ഗോസ്പൽ റിമിക്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നത് ഒന്നുമല്ല. ഫെയ്ത്ത്, സ്പിരിറ്റ് ഇതൊക്കെ വരണമെങ്കിൽ ബൈബിൾ വായന ഇതെല്ലാം ഒരുമിച്ച് വരണം. എന്നാലേ അതിനൊരു കംപ്ലീറ്റ്നെസ് വരത്തുള്ളൂ. അതെ. എന്നാ എന്റെ മോനൊരു പാട്ട് പാടി പ്രാർത്ഥിച്ചേ. അയ്യോ അത് വേണ്ട, അല്ലേ അച്ഛൻ പിന്നെ ഗോസ്പൽ റിമിക്സ് തുടങ്ങി. ജെഫിന്റെ അനുഭവങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ഓരോരുത്തരുടെയും കഥയാണ്. തങ്ങളുടെ വിശ്വാസത്തിന്റെയും ദൈവത്തിന്റെ സത്യത്തിൽ നിന്ന് മാറിയ ജീവിതത്തിന്റെയും കഥ. ജെഫിൻ മനസ്സിലാക്കിയ തന്റെ വിശ്വാസം ആഴമില്ലാത്ത ഒരു പൊള്ളയായിരുന്നു. പൂർണ്ണമായും പെണ്ണുകളുടെ അടിമയായ ഈ വിശ്വാസമായിരുന്നു എന്നും തിരിച്ചറിയുന്നു. ഇതിന്ന് നമ്മുടെ ലോകത്തിന്റെ യാഥാർത്ഥ്യമാണ്. നമ്മളിൽ പലരും വിശ്വാസത്തെ പരസ്യ പ്രകടനമാക്കുന്നു, എന്നാൽ ആത്മാവിന്റെ ആഴത്തിലേക്ക് കടക്കുന്നത് ഒഴിവാക്കുന്നു. ജെഫിന്റെ തിരിച്ചറിവ് അവനോട് ഈ ചോദ്യം ഉന്നയിച്ചു: ഞാൻ വിശ്വസിക്കുന്ന ദൈവം എന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായോ അതോ വെറും ശീലമായോ? ഈ ചോദ്യം ഇന്നലെ വരെ ജെഫിന്റെ ആയിരുന്നെങ്കിൽ ഇന്ന് ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ചോദ്യമാണ്. സ്നേഹിതരെ, സീസണൽ വിശ്വാസത്തിൽ ചതഞ്ഞു കിടക്കുന്നവരാകരുത്. സമ്പത്ത്, ട്രെൻഡ്, പ്രാപ്തി എല്ലാം തീർന്നു പോകും. എന്നാൽ ദൈവത്തിന്റെ വിശ്വാസമോ ശാശ്വതമായത്. എന്നീ നിമിഷം
ദൈവം നിന്നെ വിളിക്കുന്നു. മൂടിവെക്കപ്പെട്ട വിശ്വാസത്തിൽ നിന്നും പുറത്തു വരൂ. സത്യത്തിലേക്ക് വരൂ. സൂപ്പർഫിഷ്യലായ ആത്മീയതയിൽ നിന്നും പുറത്തു വരിക. സ്കിറ്റ് ഇവിടെ അവസാനിക്കുന്നു. എന്നാൽ സത്യത്തിലേക്ക് നിങ്ങളുടെ യാത്ര ഇപ്പോൾ തുടരും.